ഹായ്, ഇന്നൊരു ചിക്കൻ ടിക്ക മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു മസാല നല്ല സൂപ്പറാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ് ഈ ഒരു മസാല. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾ പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി 2 ടീസ്പൂണ്, 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, ഒരു 3/4 ടീസ്പൂണ് കസൂരി മേത്തി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂണ് തൈര്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്. ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊരു മണിക്കൂർ അവിടെ മാറ്റി വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഈ ഒരു ചിക്കൻ ബട്ടറിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ബട്ടർ ചേർത്തിട്ട് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കനെല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് അതൊരു ടേബിൾ സ്പൂൺ ഉണ്ട്. നിങ്ങളെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഞാനിതിൽ ഫസ്റ്റിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു പട്ടയും ഏലക്കായും പെരുംജീരകവും. അത് ഞാൻ മറന്നു പോയതാണ്. ഞാനിത് ഇപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇനി ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ 2 തക്കാളി അരച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു തക്കാളിയുടെയും ഈ പൊടിൻ്റെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ ഒരു ഗ്രേവിയിൽ ചിക്കൻ നന്നായിട്ട് മിക്സായി വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഫ്രഷ് ക്രീമും ചേർത്തിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് കസൂരി മേത്തി കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരു മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് വട്ടത്തിൽ മുറിച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ടിക്ക മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. അത്ര വലിയ പണിയൊന്നുമില്ല. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.